37 പേരാണല്ലോ മറ്റ് ഇടങ്ങളിൽ. അതിൽ 12 പേര് ജനറൽ ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പോൾ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം ഇത് എന്താണ് ഇവരുടെ സ്ഥിതി എന്നുള്ളത് മൊത്തത്തിലൊന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അവരുടെ റിപ്പോർട്ട് കിട്ടട്ടെ, എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി തീർച്ചയായിട്ടും ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യുക. കാരണം ഒരു പുക വന്നപ്പോൾ തന്നെ അവർ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെല്ലുമ്പോൾ എമർജൻസി വിഭാഗത്തിൻ്റെ 2 സൈഡിലുമാണ് റെഡ് സോൺ. ഇപ്പോൾ സർജറി വിഭാഗത്തിൻ്റെ റെഡ് സോൺ വലതുവശത്തും മെഡിസിൻ്റേത് ഇടതുവശത്തുമാണ്. അപ്പോൾ വളരെ പെട്ടെന്നൊരു 10-15 അടി വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് ഡോറിലൂടെ പുറത്തേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട് കഴിയുമായിരുന്നു. നല്ല നിലയിൽ എല്ലാവരും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രഥമ ഫോക്കസ് ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യുക. ആദ്യം ഒരു ചെറിയ പുക എന്നുള്ള നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ പിന്നീട് ഈ പുക വലിയ തോതിൽ വ്യാപിക്കുന്നു എന്നുള്ളത്, വലിയ തോതിൽ എന്ന് വെച്ചാൽ ബിൽഡിങ്ങിലേക്ക് മുകൾ നിലകളിലേക്കും വ്യാപിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് മുകൾ നിലകളിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതും നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട്. കളക്ടറും അതുപോലെ MLAയും ഒക്കെ തന്നെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പളും മറ്റു ഡോക്ടേഴ്സും എല്ലാം രാത്രി വെളുപ്പിന് വരെയും ഇവിടെ ഉണ്ടായിരുന്നു. DMO ഉൾപ്പെടെയുള്ളവർ, കമ്മീഷണർ, എല്ലാവരും തന്നെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. MP ഉണ്ടായിരുന്നു, മേയർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആ നിലയിൽ ഒരു ആ ഒരു അപകടത്തെ ഒരുമിച്ച് നിന്ന് നേരിടാനായിട്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഈ 2 അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഈ ഡോക്ടേഴ്സ് ഇതൊന്ന് പരിശോധിച്ചിട്ട് എന്താണ് ഈ രോഗികളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞു അല്ല, അതൊക്കെ നമ്മൾ ആശുപത്രികളുമായിട്ട് സംസാരിക്കാം. അത് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളുമായിട്ട് അത് സംസാരിക്കുന്നതിനൊന്നും തടസ്സമില്ല. കാരണം ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇനിയും നമുക്കിവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഡോക്ടേഴ്സിൻ്റെ ടീം നമ്മുടെ ഈ 37 പേരിൽ 12 പേര് സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അതൊന്ന് നോക്കട്ടെ, അവർ എന്താണ് റിപ്പോർട്ട് നൽകട്ടെ. ഏതെങ്കിലും ആശുപത്രി അങ്ങനെ ചികിത്സ നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും 2 പേരാണ് വെന്റിലേറ്ററിലുള്ളതായിട്ട് പറഞ്ഞത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചികിത്സ നിഷേധിക്കുന്നുവെങ്കിൽ അവിടെ ഇടപെടും. ചികിത്സ നിഷേധിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പൊതുവിൽ അല്ല, എന്താണെന്നൊന്ന് നോക്കട്ടെ. ഡോക്ടേഴ്സ് ടീം അതൊന്ന് നോക്കട്ടെ, എന്താന്ന് നോക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടേഴ്സ് തന്നെ ഇവിടെയുണ്ട്. ഒരാൾ ഇപ്പോൾ അവർ പറഞ്ഞത് ഞാൻ പറയാം, അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിന് തന്നെ അഭിപ്രായം പറയാം. ഡോക്ടർ ചാന്ദിനി ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു പേഷ്യൻ്റ് നോൺ ഇൻവേഴ്സീവ് വെന്റിലേറ്ററിലായിരുന്നു. NIVയോട് കൂടി തന്നെയാണ് പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് അത് മാറ്റിയിട്ടില്ല. മറ്റൊരു പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത് ഒരു ബദൽ സംവിധാനം കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഒരു വെന്റിലേറ്റർ നമ്മളിപ്പോൾ മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യുക, അത് ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വന്നത്. ഒരു ഡോക്ടർ കൂടി ആംബുലൻസിൽ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് മറ്റ് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഡോക്ടർ ചാന്ദിനി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിൽ അതാണ് ഡോക്ടേഴ്സാണല്ലോ അതിൽ പറയുക. കാരണം അതൊരു സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. ആ സാങ്കേതികമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഡോക്ടേഴ്സ് തന്നെ പറയുന്നതാവും കൂടുതൽ നല്ലത്. അവരാണ് ഈ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പ്രഥമമായിട്ടത് പരിശോധിച്ചിട്ടാണ് ഡോക്ടർ സജിത് ഡോക്ടർ അത് കാര്യം പറഞ്ഞത്. ചന്ദ്രൻ ഡോക്ടർക്ക് പ്രിൻസിപ്പലിനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അത് ഇവിടെ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. കാരണം ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതുകൊണ്ട് ചോദിച്ചപ്പോൾ സർജന്റ് പറഞ്ഞത് ഇതെല്ലാം പരിശോധിക്കാം, നമ്മുടെ തെളിവുണ്ടല്ലോ. ഈ മീറ്റിങ്ങിൽ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. അതുകൊണ്ടാണ് CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. UPS റൂം, കാരണം UPS റൂമിൻ്റെ ആരെങ്കിലും എൻട്രി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത ഞാൻ ഈ ചോദ്യം തന്നെ ചോദിച്ചു. സർജൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഗ്ലാസ് അത് ഓപ്പൺ ആയിരുന്നു, ഗ്ലാസ് ഡോർ ആയിരുന്നു, പൂട്ടിയത് ഓപ്പൺ ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾക്കിത് പരിശോധിക്കാം. പിന്നെ UPS റൂമിൽ പുക വന്നപ്പോൾ അത് സ്വയം ലോക്ക്ഡായി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചുകൊണ്ട് ആ UPS റൂമിൻ്റെ ഡോറ് അടിച്ച് ഈ തകർക്കാനായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് UPS റൂമിൻ്റെ ഡോറിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് മീറ്റിങ്ങിൽ അവർ പറഞ്ഞു. ആകട്ടെ, നമുക്കത് പരിശോധനയ്ക്ക് വിധേയമാണല്ലോ, അന്വേഷിക്കാം, ഈ കാര്യങ്ങൾ അന്വേഷിക്കാമല്ലോ.